ഹാപ്പി ന്യൂ ഇയർ ടു ഓൾ മൈ ഡിയർ ഫ്രണ്ട്സ്. 2024 നിങ്ങൾക്ക് എങ്ങനെയുള്ള ഇയർ ആണെങ്കിലും മേ ബി ബാഡ് ആവാം, ഗുഡ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, 2025 നിങ്ങൾക്ക് ഒരു നല്ല ഇയർ ആവാൻ വേണ്ടി ഞാൻ ശരിക്കും വിഷ് ചെയ്യുന്നു. അതായത് ലൈഫിൽ നല്ല നല്ല അപ്ഡേറ്റ്സ് ഒക്കെ വന്ന് നിങ്ങൾ നന്നായിട്ട് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങളുടെ ഒരു ബെറ്റർ വേർഷൻ ആയിക്കോട്ടെ ഈ 2025. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 2024 എനിക്കുണ്ടായ ചില റിയലൈസേഷൻസ് അല്ലെങ്കിൽ എന്റെ ലൈഫിൽ നടന്ന ചില നല്ല കാര്യങ്ങൾ, മോശം കാര്യങ്ങൾ, അതൊക്കെ എനിക്ക് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തേക്കുക. പിന്നെ ഈ വീഡിയോ ചെറുതായിരിക്കും, സോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യം തന്നെ നല്ല കാര്യങ്ങളെ പറ്റി പറയാല്ലേ. ഈ 2024 എന്റെ ഈ ചാനലിന് 1000 സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ. മേ ബി ഇതൊക്കെ ഒരു ചെറിയ കാര്യമല്ലെന്ന് തോന്നാം, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ വലിയൊരു കാര്യമാണ്. ബിക്കോസ് എനിക്ക് മര്യാദയ്ക്ക് ഒരു വീഡിയോ എടുക്കാൻ ഫോൺ പോലും ഇല്ല. എനിക്ക് ഒരു 1000 സബ്സ്ക്രൈബേഴ്സ്, ഇപ്പൊ അത് 1500 ആയിട്ടുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇത്രയും പേര് എന്റെ ചാനലിലോട്ട് വന്നു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആണ്. എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. സോ 2024 സന്തോഷമുള്ള കാര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആദ്യം പറയാനുള്ളത് എനിക്ക് ഈ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് ആയി എന്നുള്ളത് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി. അതായത് പണ്ടൊക്കെ എനിക്ക് എന്നോട് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നില്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഫുള്ളി നെഗറ്റീവ് ആയിരുന്നു. ഞാൻ എന്ത് ചെയ്താലും തെറ്റായിരിക്കും, അല്ലെങ്കിൽ എന്നെ കാണാൻ ഒരു ഭംഗിയില്ല, എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല. എനിക്കങ്ങനെ ഞാൻ എന്നെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു 2023 ആ ഒരു റേഞ്ചിലൊക്കെ. 2023 ഫുൾ അല്ല, 2023 എൻഡ് തൊട്ടിട്ടൊക്കെ ഞാൻ ശരിക്കും എന്നെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി. എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് തന്നെ സ്വയം തോന്നാൻ തുടങ്ങി. ഇപ്പോഴും എനിക്ക് ആ തോന്നലുണ്ട് കേട്ടോ. മേ ബി നിങ്ങളുടെ കണ്ണിൽ എനിക്ക് വലിയ ഭംഗി ഇല്ലെങ്കിലും എനിക്ക് നല്ല ഭംഗിയുണ്ടെന്ന് എനിക്ക് നല്ല ഫീൽ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ എന്നെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത് 2024 കേട്ടോ. അതായത് ഇപ്പോഴുള്ള എന്റെ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഇതെല്ലാം മാറി നല്ലൊരു അടിപൊളിയായിട്ട് മാറും. എനിക്ക് അതിനുള്ള കഴിവുണ്ട്, ഞാൻ സൂപ്പർ ആവും, അല്ലെങ്കിൽ എനിക്ക് എല്ലാം സർവൈവ് ചെയ്യാൻ പറ്റുന്നൊക്കെയുള്ള ഒരു മോട്ടിവേഷൻ ഞാൻ എനിക്ക് തന്നെ കൊടുത്ത് ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണ്. ആക്ച്വലി മീൻസ് എന്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ ഭയങ്കര പോസിറ്റീവ് ആണ്. പണ്ടത്തെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഇപ്പൊ ഭയങ്കരമായിട്ട് മാറി. ബിക്കോസ് പണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്നെ തന്നെ ഇങ്ങനെ കേഴ്സ് ചെയ്യുമായിരുന്നു. എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല, ഞാൻ എന്ത് ചെയ്താലും അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഞാൻ എന്നെ തന്നെ കേഴ്സ് ചെയ്യുമായിരുന്നു. അതിന്നൊക്കെ മാറി ഞാനിപ്പോ എന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ്. എന്തായാലും എനിക്ക് ഈ സിറ്റുവേഷൻസ് എല്ലാം മറികടന്ന് അടിപൊളിയാവാൻ പറ്റുന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞാൻ എന്നെ തന്നെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു തുടങ്ങിയതും അല്ലെങ്കിൽ ഞാൻ ചെയ്തു തുടങ്ങിയതും ഒക്കെ 2024 അതുപോലെ തന്നെ വേദനിപ്പിക്കുന്നതായാലും ചില റിയലൈസേഷൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് നല്ലൊരു കാര്യമല്ലേ, നമുക്ക് പുതിയ കാര്യങ്ങൾ മനസ്സിലാവുക, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നമ്മൾ റിയലൈസ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമല്ലേ. സോ അതിന് എനിക്കൊരു നല്ല കാര്യമായിട്ടാണ് ഇപ്പൊ ഫീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്റെ ലൈഫിൽ മോസ്റ്റ് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആക്ച്വലി അത് എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാറായിട്ടില്ല, ബട്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ഈ 2024 ഉണ്ടായത്. അങ്ങനെ ഒരു മൊമെന്റ് എന്റെ ലൈഫിൽ ഉണ്ടാവുന്ന പോലെ ഞാൻ വിചാരിച്ചതല്ല, പക്ഷെ അങ്ങനെ ഒരു മൊമെന്റ് ഉണ്ടായി. അത് 2024 അതായത് ഈ ഡിസംബറിൽ എനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു സംഭവം ഉണ്ടായിട്ടോ. വേറൊന്നല്ല, ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഈ ചാനലിൽ. സ്ഥിരമായിട്ട് എന്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഒരു ഷോർട്സ് ആയിട്ടാണെങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കോണ്ടന്റ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുമായിരുന്നു. എന്നാൽ ഈ റീസെന്റ് ആയിട്ട് ഒരു 2 വീക്സ് 3 വീക്സ് ഒക്കെ ആയിട്ട് ഞാൻ ഒരു പോസ്റ്റ് വിടാതെ അങ്ങനെയൊക്കെ ആയിരുന്നു. അതായത് ഞാൻ യൂട്യൂബിൽ മാത്രമല്ല കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയിൽ നിന്നും വാനിഷ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. വേറൊന്നല്ല, ഞാൻ മെന്റലി ഭയങ്കര ഡൗൺ ആയിരുന്നു. അതായത് അച്ഛന് കുറച്ച് വയ്യാതെയായി, പിന്നെ അതിനിടയ്ക്ക് എന്റെ ഫോൺ കേടുവന്നു. മൊത്തത്തിൽ എനിക്ക് തോന്നിയോ ഞാനൊക്കെ വീഡിയോ ഇട്ടിട്ട് ഇപ്പൊ ആര് കാണാനാ, ആകെ കിട്ടുന്ന കുറച്ച് വ്യൂ അല്ലേ, അവരിപ്പോ ഞാൻ ഇന്ത്യയിലും ഒരു കുഴപ്പമില്ല, ആരും നമ്മളൊന്നും തിരക്കാൻ പോകുന്നില്ല എന്നുള്ള അങ്ങനത്തെ ഒരു തോട്ടും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഒരു സോഷ്യൽ മീഡിയയിലും ആക്റ്റീവും അല്ലായിരുന്നു. എല്ലാ ദിവസവും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും സ്ഥിരമായിട്ട് കോണ്ടന്റ് പോസ്റ്റ് ചെയ്യുന്ന ഞാൻ ഒരു 2 വീക്കായിട്ട് ഒന്നും ഇടാതെയായിട്ടും ഒരു മനുഷ്യൻ പോലും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് നീ വീഡിയോ ഇടാത്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊന്നും എന്നോട് അങ്ങനെ ആരും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. ചോദിക്കാൻ മാത്രം ഞാൻ വലിയ ആളല്ല, യെസ്, അതെനിക്ക് അറിയാം. ബട്ട് ഒരാള് എന്നോട് അങ്ങനെ ചോദിച്ചു. അതെനിക്ക് ഭയങ്കര സന്തോഷം തന്നൊരു കാര്യമാണ്. അതായത് ഞാൻ ഈ യൂട്യൂബ് വഴി തന്നെ പരിചയപ്പെട്ട ഒരു ചേച്ചി ഉണ്ട്, ദില്ല ചേച്ചി. ആ ചേച്ചി എന്തായാലും ഈ വീഡിയോയും കാണും, ഈ വീഡിയോയ്ക്ക് കമന്റ് ഇടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പിൻ ചെയ്യാവേ. ഞാൻ കുറെ ദിവസം വീഡിയോ ഇടാതായപ്പോ പുള്ളിക്കാരി വന്നിട്ട് എന്റെ ഒരു കമന്റിൽ വന്നിട്ട് ഓക്കെ അല്ലേ, വീഡിയോ എന്താ ഇടാത്തേ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഇങ്ങനെ ഡ്രെയിൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. ബട്ട് ആ ചേച്ചിയുടെ കമന്റ് കണ്ടപ്പോ ഞാൻ ശരിക്കും എനിക്ക് സന്തോഷാണോ വന്നത്, സങ്കടമാണോ വന്നത്, എന്താ എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് അത്രയും വല്ലാത്തൊരു ഫീലിങ്സ് ആയിരുന്നു. മേ ബി ഇത് കേൾക്കുമ്പോ പിന്നെ ഇതൊക്കെ വലിയ കാര്യമാണോ, ഒരാൾ കമന്റ് ഇട്ടതാണോ വലിയ കാര്യം എന്ന് തോന്നാം. പക്ഷെ എനിക്ക് അത് ഭയങ്കര വലിയ കാര്യമാണ്. ബിക്കോസ് എന്റെ ലൈഫിൽ ഇങ്ങനെ അന്വേഷിക്കാൻ, ഞാൻ ഓക്കെ അല്ലേ, അല്ലെങ്കിൽ നീ എന്താ ഇപ്പൊ ആക്റ്റീവ് അല്ലാത്തതൊക്കെ ചോദിക്കാൻ
എനിക്ക് ആരുമില്ല. ആകെ ഉള്ളത് 5 ആളുകളാണ്. ഈ 5 ആളുകളും എന്നെ നേരിട്ട് അറിയുന്ന ആളുകളാണ്. ഒന്ന് എന്റെ അനിയത്തി, പിന്നെ 3 ബെസ്റ്റ് ഫ്രണ്ട്സ്, പിന്നെ വേറൊരു ഫ്രണ്ട്. അങ്ങനെ മൊത്തം ഒരു 5 പേര് എന്നോട് അങ്ങനെ ചോദിക്കാറുള്ളത്. അതല്ലാതെ യാതൊരു പരിചയമില്ലാതെ ഇതുപോലെ വീഡിയോസ് കണ്ടിട്ടും അതുപോലെ കമന്റ് ത്രൂ മാത്രം എന്നെ കോണ്ടാക്ട് ചെയ്യുന്ന ഒരു ചേച്ചി എന്നോട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുമ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം പുള്ളിക്കാരി വന്ന കമന്റ് ഇട്ടു, മേ ബി തോന്നാം ഇപ്പൊ കേൾക്കുന്നവർക്ക് തോന്നാം ഒരു കമന്റ് ഇട്ടേനാണോ എനിക്ക് ഇത്ര സന്തോഷം എന്ന് തോന്നാം. പക്ഷെ ആ കമന്റ് ഇടണമെന്നുണ്ടെങ്കിൽ ആ ചേച്ചിയുടെ ബ്രെയിനിലൂടെ ഞാൻ പാസ് ചെയ്തിട്ടുണ്ടാവല്ലോ, അവൾ എന്തപ്പോ കാണാത്തത്, അല്ലെങ്കിൽ അങ്ങനെ ചിന്ത ആ ചേച്ചിക്ക് പോയിട്ടുണ്ടാവുമല്ലോ. സോ എന്നെ പറ്റി വേറെ ആരോ ഒരാൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ തന്നെ എനിക്കത് ഭയങ്കര സന്തോഷമാണ്. മാത്രമല്ല ആ ചേച്ചി വന്ന് തിരക്കും ചെയ്തു, ഓക്കെ അല്ലേ എന്നൊക്കെ. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിട്ടോ. അതെനിക്ക് ഈ 2024 ഭയങ്കര സന്തോഷം തന്നിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ്. അപ്പൊ ഇത്രയൊക്കെ സന്തോഷമുള്ള കാര്യങ്ങളൊക്കെയാണ് എനിക്ക് 2024 ഉണ്ടായിട്ടുണ്ടായത്. ഇനി എന്റെ ലൈഫിൽ ഞാൻ കുറെ കരഞ്ഞു മെഴുകിയ ഒരു വർഷം കൂടിയാണ് 2024 എന്ന് പറയുന്നത് കേട്ടോ. അതായത് എനിക്ക് ആ ഒരു സംഭവം ബാഡ് ആണോ എന്ന് ചോദിച്ചാൽ ബാഡ് ആണെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ചില റിയലൈസേഷൻസ് പല ആളുകളെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റി. നമ്മൾ വിചാരിക്കുന്ന ആളുകളെ പോലെ അല്ല. ഐ മീൻ നമ്മൾ ഒരാളെ വിചാരിക്കുമല്ലോ, അവര് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും, അല്ലെങ്കിൽ അവര് നമ്മളോട് എപ്പോഴും അങ്ങനെയൊന്നും പെരുമാറില്ല, അവര് നമ്മളെ പറ്റി അങ്ങനെ ചിന്തിക്കില്ല. അങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ആളുകളിൽ നിന്ന് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇതാണ് എനിക്ക് ഈ 2024 അനുഭവം ഉണ്ടായത്. എനിക്ക് ഇതുവരെ എന്റെ ഫ്രണ്ട്സിന്റെ ഒന്നും പണി കിട്ടിയില്ല കേട്ടോ. ഇതിപ്പോ എന്റെ ഫ്രണ്ട്സിന്റെ കിട്ടിയ പണിയോ അല്ലെങ്കിൽ അതൊന്നല്ല. ഞാൻ എപ്പോഴും ഫ്രണ്ട്സിന്റെ കാര്യത്തിൽ ഭയങ്കര സെലക്റ്റീവ് ആണ്. ഞാൻ പറയാം, എനിക്ക് വളരെ ചുരുക്കം ഫ്രണ്ട്സേ ഉള്ളൂ. ആ ചുരുക്കം ഫ്രണ്ട്സിനെ എപ്പോഴും എന്റെ കൂടെ കൂട്ടാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അവരെനിക്ക് ഇതുവരെ പണിയും തന്നിട്ടില്ല. പക്ഷെ ഇങ്ങനൊരു റിയലൈസേഷൻ എനിക്ക് തന്നത് എന്റെ വളരെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു റിലേറ്റീവിൽ നിന്നായിരുന്നു കേട്ടോ. അതായത് സത്യം പറഞ്ഞാൽ എന്റെ അമ്മ കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്റെ അച്ഛന്റെ അമ്മയുടെ ഒരു സ്ഥാനം കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അവരാണ് ഇമ്പോർട്ടന്റ്, അല്ലെങ്കിൽ എനിക്ക് അവരാണ് വലുത് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ ഞാൻ ജീവിച്ചിരുന്നു. ഈ 2024 ആ ഇൻസിഡന്റ് ഉണ്ടാവുന്നത് വരെയും എന്റെ മെന്റാലിറ്റിയിൽ അങ്ങനെയായിരുന്നു. ഓക്കെ, എന്റെ അമ്മയും അച്ഛനും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവരുണ്ടല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ എനിക്ക് അവരോട് പോയി പറയാം എന്നുള്ള ആ ഒരു ഫീല്. ഒരിക്കലും അത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അവരോട് പോയിട്ട് സാമ്പത്തികമായിട്ട് കടം ചോദിക്കാം അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമുക്ക് ഇമോഷണലി ഒരു ഫീലിങ്സ് ഒരാളോട് ഉണ്ടാവുമല്ലോ. നമ്മുടെ ക്ലോസ് റിലേറ്റീവ് ആണ്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു ഫീലിങ്സ് ഉണ്ടാവുമല്ലോ, നമ്മുടെ അമ്മയും അച്ഛനും കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൾ ഇതാണ് എന്നുള്ള ആ ഒരു ഫീലിങ്സ്. അത് അങ്ങനെയേ അല്ല, അത് വെറും തോന്നലാണ്. ഞാൻ മാത്രമേ അവരങ്ങനെ കണ്ടിട്ടുള്ളൂ. അവര് തിരിച്ച് അങ്ങനെയല്ല നമ്മളെ കാണുന്നത് എന്ന് അവരുടെ വായ കൊണ്ട് തന്നെ കേട്ടൊരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നന്നായിട്ട് ചിരിച്ചിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിലും 1 മണിക്കും 2 മണിക്കൊക്കെ കിടന്ന് കരഞ്ഞ് സങ്കടപ്പെട്ടിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ആ റിയലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് പുള്ളിക്കാരി പറയുമായിരുന്ന ഒരു കാര്യമാണ്, നീ എന്റെ മകനെ പോലെയാണ്, അല്ലെങ്കിൽ നീ എന്റെ മകള് തന്നെയാണ്, എനിക്ക് ജനിച്ചില്ലെങ്കിൽ നീ എന്റെ മകള് തന്നെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കുമായിരുന്നു. പക്ഷെ അത് വെറുതെ ആണ്, അല്ലെങ്കിൽ അത് വേറൊരാള് പറഞ്ഞറിയാലോ, അവരെന്നെ എന്റെ മുഖത്ത് നോക്കി പറഞ്ഞു അങ്ങനെയാണ് എന്ന്. അതായത് അതൊക്കെ വെറുതെ ആണ്, നിന്നോട് സംസാരിക്കുന്നത് എന്റെ ഔദാര്യമാണ് എന്നുള്ള രീതിക്കൊക്കെ. അതെനിക്ക് സത്യം പറഞ്ഞ ആ സമയത്ത് ഞാനും ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു. പക്ഷെ എന്നെ ശരിക്കും ഇൻസെക്യൂർ ആക്കി, അല്ലെങ്കിൽ ഞാൻ ശരിക്കും അങ്ങ് ഇല്ലാതായി പോവാന്ന് പറയില്ല, അങ്ങ് വല്ല ഐസ് കട്ട ഉരുകി പോകുന്ന കണക്ക് ഞാൻ അങ്ങ് ഉരുകി പോയിട്ടുള്ള ആ ഒരു സമയമായിരുന്നു ആ ഒരു ടൈം എന്ന് പറയുന്നത്. ഞാൻ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, രാത്രിയിലൊക്കെ ഞാനിങ്ങനെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത ആളുകളൊന്നും ഇങ്ങനെ അല്ലല്ലോ, അല്ലെങ്കിൽ ഞാൻ അവരെ സ്നേഹിച്ചതൊക്കെ അതൊക്കെ വെറുതെ ആണ്. മീൻസ് നമ്മൾ അവരെ ഒന്ന് എക്സ്പെക്ട് ചെയ്ത് സ്നേഹിക്കുന്നതല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, എന്റെ പാരന്റ്സ് കഴിഞ്ഞാൽ എനിക്ക് അവരായിരിക്കും, അല്ലെങ്കിൽ അവരുണ്ട്, ആ ഒരു ഫീലിങ്സ് നമുക്ക് ഉണ്ടാവുമല്ലോ. അതെനിക്ക് എങ്ങനെ പറഞ്ഞിരുന്നെന്ന് അറിയില്ല. ഇപ്പൊ എനിക്ക് എന്റെ അനിയത്തിയോടൊരു ഫീലിങ്സ് ഉണ്ട് അല്ലെ, ആ ഫീലിങ്സ് അതൊരിക്കലും ഞാൻ അവരുടെ എന്തെങ്കിലും ബെനിഫിറ്റ് കണ്ടിട്ടോ അങ്ങനെയൊന്നല്ല. അതേപോലെ ഒരു ഫീലിങ്സ് എനിക്ക് അവരോടുണ്ടായിരുന്നു. എന്റെ പാരന്റ്സ് കഴിഞ്ഞാൽ എനിക്ക് എന്റെ ഒരു പോർഷൻ ആണ് അവരെന്നുള്ളൊരു ഫീലിങ്സ് എനിക്ക് ഉണ്ടായിരുന്നു. ആ ഫീലിങ്സ് അങ്ങനെ കുറച്ച് നേരം കൊണ്ട് ആ ഫീലിങ്സ് അങ്ങ് ഇല്ലാതായി. അതും അവര് തന്നെ അങ്ങ് പറയുവാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആ ഒരു മൊമെന്റ് അതെനിക്ക് 2024 ഭയങ്കര, എനിക്ക് ഒരിക്കലും എന്റെ ലൈഫിൽ 2024 എന്നല്ല, എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു വേഴ്സ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് റിയലൈസേഷൻ ആയിരിക്കും. നമ്മൾ കരുതുന്നത് പോലെയല്ല പലരും നമ്മളെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓവർ ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരോട് ഇങ്ങനെ എന്റെ ആള് എന്നുള്ള ഫീലിങ്സിൽ നമ്മൾ സംസാരിക്കുന്നത് വെറുതെയാണ്. അവര് നമ്മളോടും അങ്ങനെയൊക്കെ സംസാരിക്കുമായിരിക്കും. അതായത് നീ എന്റെ സ്വന്തമാണ് എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ അവർക്ക് അങ്ങനെയൊന്നും ഇല്ലാന്ന് മാത്രമല്ല, അവര് നമ്മളോട് അപ്പുറത്ത് തിരിഞ്ഞാൽ നമ്മുടെ കുറ്റം പറയുന്നൊക്കെ നമ്മളിങ്ങനെ അറിയുമ്പോ പറഞ്ഞ് കാട് കയറി ഞാൻ ക്ഷീണിച്ചു. ഓക്കെ, അങ്ങനെ ഒരു റിയലൈസേഷൻ ഉണ്ടായിരുന്നു എനിക്ക് 2024 കേട്ടോ. അത് ബാഡും ആണ്, ഒപ്പം എനിക്ക് ഗുഡ് ആയിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം
തിരിച്ചറിയാൻ പറ്റിയല്ലോ, ഇപ്പോഴെങ്കിലും തിരിച്ചറിയാൻ പറ്റി. അല്ലെങ്കിൽ നമ്മൾ ഇപ്പോഴും സപ്പോസ് അങ്ങനെ ഒരു ഇൻസിഡന്റ് അന്ന് ഉണ്ടായില്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നും അവരെന്റെയാണ്, അല്ലെങ്കിൽ അവരെന്റെ ആ ഒരു ഫീലിങ്സിൽ ഞാൻ അവരെ സെർവ് ചെയ്ത് നിൽക്കുമായിരുന്നു, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ അത്രയും തായി നിൽക്കുമായിരുന്നു. പക്ഷെ അതിന്റെ ആവശ്യമില്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്നതുകൊണ്ട് അത് നല്ലൊരു കാര്യമായിട്ട് കൂടെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും വിഷമായിട്ട് നമ്മുടെ കേരളത്തിൽ മൊത്തം വിഷമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംഭവമായിരുന്നു വയനാട്ടിലെ ഇൻസിഡന്റ് എന്ന് പറയുന്നത്. യെസ്, നമ്മൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടല്ലേ, കേരളത്തിലെ മാത്രമല്ല ടോട്ടൽ ഇന്ത്യ അല്ലെങ്കിൽ ടോട്ടൽ വേൾഡ് ഉണ്ടാവില്ലേ, എല്ലാവരും അത് നോക്കി കണ്ട ഒരു ഇൻസിഡന്റ് ആയിരുന്നു വയനാട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരുപാട് റീൽസും ഷോർട്സും അതുപോലെ ഒരുപാട് പോസ്റ്റുകളൊക്കെ കണ്ടു. ഏറ്റവും മോശം വർഷം 2024 അങ്ങനെയൊക്കെ. പക്ഷെ എനിക്ക് പേഴ്സണലി തോന്നിയത് അതൊരു റിയലൈസേഷൻ ആണല്ലേ. കാരണം ഒറ്റ ദിവസം രാത്രി കൊണ്ട്, അതായത് അന്ന് രാത്രി ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് അവരെല്ലാവരും നോർമൽ ആയിരുന്നു, അവർക്കെല്ലാം ഓക്കെ ആയിരുന്നു. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ കേരളം മൊത്തം കാണുന്നത് വയനാടിന്റെ ഒരു ഏരിയ അങ്ങ് ഒലിച്ചുപോയി, അല്ലെങ്കിൽ അവിടെയുള്ള മൊത്തം ആളുകളും പോയി, കാണാനില്ല. കുറെ പേര് മണ്ണിനടിയിൽ, ഇപ്പോഴും മണ്ണിനടിയിലാണ് കുറെ പേര്. അത് ഒരു കണക്കിന് റിയലൈസേഷൻ ആണ്. അതായത് കുറെ പേരുണ്ട് ഇപ്പോഴുണ്ട്, ജാതി മതം അല്ലെങ്കിൽ പണക്കാരൻ പാവപ്പെട്ടവൻ, അതിലൊന്നും ഒരു കാര്യമില്ല എന്ന് നമുക്കത് കൺമുന്നിൽ കാണിച്ചു തന്ന കണക്കായിരുന്നു വയനാട് ഇൻസിഡന്റ്. എനിക്ക് അത് അങ്ങനെയാണ് ഫീൽ ചെയ്തത്. സോ യെസ്, എനിക്ക് അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും ഒരുപാട് നല്ല തിരിച്ചറിവുകളും തന്നൊരു വർഷമാണ് 2024 എന്ന് പറയും. 2024 എനിക്ക് റിഗ്രറ്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരേ ഒരു ഇൻസിഡന്റ് മാത്രമേ ഉള്ളൂ. വേറൊന്നുമല്ല, ഞാൻ ഒട്ടും ഹെൽത്ത് കോൺഷ്യസ് ആയിരുന്നില്ല, ഞാൻ എന്റെ ഹെൽത്തിനെ ഒട്ടും കെയർ ചെയ്തിട്ടില്ല എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് റിഗ്രറ്റ് തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തെന്നുള്ളൊരു റിഗ്രറ്റ് തരുന്നത് ഇപ്പോഴും എനിക്കിങ്ങനെ ഒരു ഉള്ളിൽ ഇങ്ങനെ കുത്തലില്ലേ, എന്താ നിനക്ക് കുറച്ച് കൺട്രോൾ ചെയ്തുകൂടായിരുന്നോ, കുറച്ച് വർക്ക്ഔട്ട് ചെയ്തുകൂടായിരുന്നോ, അങ്ങനെയൊക്കെ ഒരു ഫീൽ നമുക്ക് വരത്തില്ലേ. അത് ഉള്ളൊരു ആ ഒരു റിഗ്രറ്റ് മാത്രമാണ് എനിക്ക് 2024 ഉള്ളത് കേട്ടോ. പക്ഷെ അത് 2025 സെറ്റ് ആക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അറിയാൻ മതിയായിരുന്നു ദൈവമേ. അതുപോലെ തന്നെ 2024 ഞാൻ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് എനിക്ക് എന്നെ പേഴ്സണലി തോന്നിയിട്ടുണ്ട് ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഒരു എന്റർടൈൻമെന്റും ഇല്ലാതെ, സത്യം പറഞ്ഞാൽ കുറെ കാലം ഞാൻ സിനിമയൊക്കെ കണ്ടിട്ട്, ഐ മീൻ OTT ഒക്കെ റിലീസായ സിനിമകളൊക്കെ കണ്ടിട്ട് ഒരുപാട് കാലം ഞാൻ അതൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. പല രീതിയിൽ, മേ ബി യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടാവാം, അല്ലെങ്കിൽ ഞാൻ പഠിച്ചിട്ടാവും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് ടൈമറൊക്കെ ഓൺ ആക്കി വെച്ച് ഞാൻ പഠിച്ചിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. 2024 എനിക്ക് ഒരുപാട് നല്ല 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 കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ എനിക്ക് ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഞാൻ പലരോടും ദേഷ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത്ര നല്ല പെർഫെക്റ്റ് ആണെന്നല്ലാത്തതുകൊണ്ട് എന്റെ ഭാഗത്തും പല വീഴ്ചകളൊക്കെ 2024 വന്നിട്ടുണ്ടായിരിക്കും. മേ ബി എനിക്കത് അറിയുന്നില്ല എന്നേ ഉള്ളൂ. സോ യെസ്, അപ്പൊ നമ്മുടെ 2024 അതോടെ കഴിഞ്ഞു. ഇനി 2025 നല്ലൊരു വർഷം ആവട്ടെ. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ തന്നെ ആവട്ടെ. നമുക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ 2025 ഉണ്ടാവും. പക്ഷെ കൂടുതൽ നെഗറ്റീവായി അല്ലെങ്കിൽ നമ്മളെ അങ്ങ് ഇല്ലാതാക്കുന്ന രീതിയിലുള്ള നെഗറ്റീവ്സ് ഒന്നും ഇല്ലാതെ നിങ്ങളുടെ ലൈഫിലൊക്കെ ബെറ്റർ ആയിട്ടുള്ള നല്ല ചേഞ്ചസും കാര്യങ്ങളും, അല്ലെങ്കിൽ ഒരു അപ്ഡേറ്റ്, നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല അപ്ഡേറ്റ്സ് വരട്ടെ എന്ന് ഞാൻ ശരിക്കും വിഷ് ചെയ്യുവാണ്. സോ യെസ്, അത്രയും ഇന്നത്തെ വീഡിയോ. ഞാൻ നന്നായിട്ട് വേർത്ത് കുളിക്കുന്നുണ്ട്. അപ്പൊ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. ഇത് വലിയ യൂസ്ഫുൾ കോണ്ടന്റ് ഒന്നും അല്ല, ഞാൻ ജസ്റ്റ് എന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നിട്ടോ. അത് എത്രത്തോളം ക്ലിയർ ആണ് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോ പറഞ്ഞത് ഒരു പ്രിപ്പറേഷനോ നോട്ട്സോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നും ഇല്ലാതെ അങ്ങ് പറഞ്ഞതാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ കുറവുകൾ ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. വാട്ട് എവർ ഇറ്റ് ഈസ്, ഞാൻ ഇത് എന്തായാലും പോസ്റ്റ് ചെയ്യാന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ബിക്കോസ് യെസ്, അത് നമുക്ക് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഞാൻ അപ്പോഴും റൺ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ എനിക്ക് എടുത്ത് നോക്കാൻ തോന്നി ഞാൻ എടുക്കുമ്പോൾ എനിക്ക് തോന്നുമല്ലോ ഞാൻ അവിടെ നിന്നൊക്കെ എത്രയോ മുന്നോട്ട് വന്നു എന്നുള്ള ഒരു ഫീൽ എനിക്ക് ഉണ്ടാവണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ യെസ്, ഞാൻ എന്തായാലും ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദി. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റു വീഡിയോസ് കൂടെ കണ്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.